അപ്പൊ ഇതിനിടയിൽ എപ്പോഴെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ? പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം ഈ വയലൻസും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം ആ വാക്ക് പാലിച്ചിട്ടില്ലേ? ഇല്ല. അന്ന് അതിന് മുമ്പ് ബാഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ വേഴ്സാണ്. 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലൊരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയല്ല ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എല്ലാവർക്കും ആ 2ാമത്തെ വർഷം തൊട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്ക് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. എനിക്ക് അച്ഛനില്ല, എനിക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരുമില്ല. അപ്പം എൻ്റെ അമ്മയാണെങ്കിൽ കാർഡിയാക് പേഷ്യൻ്റ്, റീനൽ പേഷ്യൻ്റൊക്കെയാണ്. ഹോസ്പിറ്റലിൽ പോയി വെന്റിലേറ്ററിൽ വരെ കിടന്നിട്ടിങ്ങ് വന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങളും പോയി പറയാൻ ആളില്ല, പറഞ്ഞാലും റിയാക്ട് ചെയ്യാൻ അവിടെ നിന്ന് ആളില്ല. കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എൻ്റെതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി, ഇപ്പോൾ മെമ്മറി പോലും ഇല്ലാത്ത എൻ്റെ ഒരു അമ്മ ദിവസം ഈ വാളകത്ത് ായിട്ട് നടക്കുകയാണെങ്കിലും അത് സെയിം റിലേഷൻഷിപ്പാണോ? അല്ല, പല 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 റിലേഷൻഷിപ്പ് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ആരോട് അത് നേരിട്ടിങ്ങനെ വളരെ ഡീറ്റെയിൽസിലാണ് പറയണേ. വളരെ ഡീറ്റെയിൽ. എനിക്കത് പറയാൻ തന്നെ നാണക്കേടാ. അത്രയും ഡീറ്റെയിൽസിലാണ് പറഞ്ഞത്. ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. കേൾക്കുന്നത് എന്തോ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേരെ പോയി കതവ് കുറ്റിയിട്ടിട്ട് അങ്ങ് അടി തുടങ്ങി. എന്നെ കഴുത്തിന് വരെ പിടിച്ച് ഞെക്കി. ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ചത്തുപോയി. എനിക്ക് എൻ്റെ കുട്ടികളായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാൽ എൻ്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എൻ്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി. ശാന്തം കൊണ്ടുപോയി ഗണേഷ് കുമാർ